ഞാൻ എവിടെ പോയി കിടക്കായിരുന്നു? ഏതൊരു വക്കീല് തന്നെ അടിയന്തരായിട്ട് കാണണമെന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞയച്ചിരുന്നു. എപ്പോ? കുറെ നേരം ഇവിടെ ഇരുന്നു. താനോ? എന്തായി പാതിരക്ക്? വക്കീൽ ആളയച്ചിരുന്നു പറഞ്ഞു. അവിടുന്ന് ഇവിടം വരെ എത്താൻ കുറെ സമയം വേണല്ലോ. താൻ എന്ത് മരങ്ങോടനാടോ? ആളയച്ചു എന്ന് കരുതി നട്ട പാതിരക്കാണോ ഒരു വീട്ടിൽ വന്ന് കയറുന്നത്? സോറി വക്കീലെ, എന്താണ് സംഭവം എന്ന് അറിയില്ലല്ലോ. ഇന്ന് പ്രഭാകരൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു 30,000 പകരം 50,000 തരാൻ കോംപ്രമൈസ് ആവാന്ന്. പോയി പണി നോക്കാൻ ഞാൻ പറഞ്ഞു. ഓ അങ്ങനെ പറഞ്ഞു. ആ എന്നാ തന്റെ കാര്യം പോക്ക. അയ്യോ ആ ഇരിക്കി. താൻ പൊക്കി പിടിച്ച് എന്റെ അടുത്ത് കൊണ്ടുവന്ന കേസ് കൊള്ളാം. എനിക്ക് ഫീസും കിട്ടൂല, മാനവും പോവും. എന്ത് പറ്റി വക്കീലെ? എടോ, ആ സ്ത്രീ ഉണ്ടല്ലോ, മരിച്ചുപോയ എഴുത്തച്ഛന്റെ ഭാര്യ അല്ല. അയ്യോ ഭാര്യയാണ്. മണ്ണാൻ കേട്ട. അയാൾ ആ സ്ത്രീയെ നിയമപ്രകാരം വിവാഹം കഴിച്ചിട്ടില്ല, മനസ്സിലായോ? 1976 അമെന്റ്മെന്റ് പ്രകാരം ലീഗലി മാരീഡ് അല്ലാത്ത സ്ത്രീയിൽ ജനിച്ച മക്കൾക്ക് അച്ഛന്റെ സ്വത്തിന് അവകാശമുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് അവകാശമുണ്ട്. അതായാലും മതിയല്ലോ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഭാനുമതി എന്നു പേരുള്ള ആ കുട്ടിയുണ്ടല്ലോ, അവള് എഴുത്തച്ഛന്റെ മകളല്ല. വക്കീലെ, നിലവിളിച്ചിട്ട് കാര്യമില്ല. സത്യം അതാ. കേസിന്റെ ഒരു ഉറപ്പിന് വേണ്ടി ഞാൻ വിശദമായ അന്വേഷണം നടത്തിയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ആ കുട്ടി പത്മനാഭപിള്ള എന്നൊരാൾക്ക് ഈ സ്ത്രീയിലുണ്ടായ മകളാണ്. പ്രഭാകരൻ ഈ കാര്യം അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഈ രീതിയിലായിരിക്കില്ലല്ലോ കേസ്. ആ അമ്മയ്ക്കും മകൾക്കും ഒരു തുണ്ട് ഭൂമിയോ ഒരു ചില്ലിക്കാശോ കിട്ടാൻ അവകാശമില്ല. താനിതൊരിക്കലും ലീക്ക് ചെയ്യരുത്. ചെയ്താൽ പ്രഭാകരന്റെ വക്കീൽ ഈ പോയിന്റ് കയറി പിടിക്കും. ആ അമ്മയും മോളും വഴിയാധാരമാവുകയും ചെയ്യും. ഞാൻ തന്റെ സേഫ്റ്റിക്ക് വേണ്ടി പറയുകയാണ്. പ്രഭാകരൻ കോംപ്രമൈസിന് വന്നിട്ടുണ്ടെങ്കിൽ താനത് വിടണ്ട. അയാൾ തരാമെന്ന് പറഞ്ഞ കാശ് വാങ്ങി തൽക്കാലം ഊരിക്കോ. അതാണ് തന്റെ ആരോഗ്യത്തിന് നല്ലത്. എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ വക്കീലിനെ കൊണ്ടുവന്നതും കേസ് വാദിക്കാൻ തീരുമാനിച്ചതും നിങ്ങളെ കൂടി ഓർത്തിട്ടാ. നിങ്ങളെ എഴുത്തച്ഛൻ കല്യാണം കഴിച്ചതിന് രേഖയില്ല, ആ കുട്ടി അയാളുടെ മകളുമല്ല എന്ന് വക്കീൽ പറഞ്ഞപ്പോ എന്റെ ഇടനെഞ്ച് പൊട്ടിപ്പോയി. നിങ്ങൾക്ക് വേണ്ടി പ്രഭാകരനുമായി ഞാൻ വഴക്കിട്ടു. കോംപ്രമൈസിന് വന്ന അയാളെ ഞാൻ പിണക്കി. കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സത്യം പറയാമായിരുന്നു. ഇത് ഭയങ്കര ചതിയായിപ്പോയി. എന്നോടിത് വേണ്ടായിരുന്നല്ലേ? നിങ്ങൾ നോക്കി എത്ര ഉണ്ട്? 7. 7.5. ആ ചെറുങ്ങോട്ട് പറഞ്ഞേ. അതല്ല, അത് അതിന് നിങ്ങൾ കൊടുത്തേ. എത്ര ഉണ്ടോ? 8. ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. നാട്ടുകാർക്കൊക്കെ നിങ്ങളെ പറ്റി വലിയ മതിപ്പാണല്ലോ. 2.5. തേക്കൊക്കെ ഇപ്പോ സുലഭമായിട്ട് കിട്ടാനുണ്ടോ? ഗവൺമെന്റിന്റെ ഈ പുതിയ ഫോറസ്റ്റ് നിയമപ്രകാരം 6. നേര് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ എന്നോട് കാശ് വാങ്ങിച്ചോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ തേങ്ങ നിങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോ ഞാൻ കയറി തടസ്സം നിൽക്കുക. വിഡ്ഢിയല്ലേ ഞാൻ? അച്ഛൻ, അമ്മ, മകൻ, മകൾ, നിങ്ങളെല്ലാം സ്വന്തക്കാര്. അതിൻ്റെ ഇടയിൽ എനിക്കെന്ത് കാര്യം? എന്റെ പ്രേരണ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കെതിരെ അവർ വക്കീലിനെ വെച്ചത്. മിസ്റ്റർ പ്രഭാകരൻ എന്നോട് ക്ഷമിക്കണം. അന്ന് പറഞ്ഞതുപോലെ ഒരു കോംപ്രമൈസ് അല്ലേ നമുക്ക് നല്ലത്? 50,000 ഒന്നും എനിക്ക് വേണ്ട. സ്കൂള് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് അവിടെ ജോലി തന്നാൽ മതി, അത് മാത്രം മതി. അവർ സമ്മതിച്ചോ? അവരെപ്പോഴേ റെഡിയല്ലേ? എനിക്കും കേസ് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളടുത്ത് വന്നത്. അറിയാം. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ മനസ്സ് കിടന്ന് നീറുകയായിരുന്നു. സ്വന്തം സഹോദരനെയും സഹോദരിയെയും തമ്മിലടിപ്പിക്കുന്ന ദ്രോഹിയല്ലേടാ താൻ എന്ന് എന്റെ മനസാക്ഷി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും നന്നായി, വളരെ നന്നായി. അപ്പൊ എന്റെ വക്കീലിനെ വിളിച്ച് വിവരം പറയാം. വക്കീലും കിക്കലൊന്നും ആവശ്യമില്ല, നമുക്ക് സംസാരിക്കാം. എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ ഉറപ്പിക്കാം. അവരോട് കുറച്ച് സിമ്പതി കാണിക്കണം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഏതായാലും ഒരു ടെൻഷൻ മാറി കിട്ടി. അതെ. മാഷിന് തിരക്കുണ്ടോ? ഒരു തിരക്കില്ല. നമുക്കൊന്ന് ഇരുന്ന് റിലാക്സ് ചെയ്ത് വിശദമായി സംസാരിക്കാം അല്ലേ? എത്ര വേണമെങ്കിലും സംസാരിക്കാം. മനുഷ്യനും മനുഷ്യനും തമ്മിൽ മനുഷ്യത്വം കാണിച്ചില്ലേ പിന്നെ എന്തിനു കൊള്ളാം? 3 കൊല്ലം മുമ്പാ ഞാൻ അവസാനമായിട്ട് കുടിച്ചത്. അതിതുപോലെ സന്തോഷം കൊണ്ടല്ല, സങ്കടം കൊണ്ട്. കിട്ടും ഉറപ്പായ ഒരു ജോലി കിട്ടില്ല എന്ന് ഉറപ്പായ ദിവസം നീ മൂക്കറ്റ പട്ടയടിച്ചു.
നേര് പറയാലോ, പണക്കാര് കുടിച്ചു മതിക്കുന്ന ഇതുപോലുള്ള ഒരു ബാറിൽ ഞാൻ ആദ്യമായിട്ട് കയറുക. പതുക്കെ പതുക്കെ. എന്ത് പതുക്കെ? സന്തോഷം വന്നാ എന്റെ ഒച്ച പൊങ്ങും. കുടിച്ചാ ഞാനുണ്ടല്ലോ ഭയങ്കര ഫ്രാങ്ക. ഉള്ള കാര്യം ആരുടെ മുഖത്ത് നോക്കിയും ഉള്ളതുപോലെ അങ്ങ് പറയും. സാർ ഈ കോംപ്രമൈസിന് തയ്യാറായിരുന്നില്ലേ ഞാൻ തെണ്ടിപ്പോയേനെ. സാറിന് അറിയോ, ആ സ്ത്രീയെ നിങ്ങളുടെ അച്ഛൻ കല്യാണം കഴിച്ചതിന് രേഖയില്ല. പിന്നെ ആ പെൺകുട്ടി ഉണ്ടല്ലോ, അത് നിങ്ങളുടെ അച്ഛന്റെ മകളൊന്നും അല്ല. എങ്ങനെ? സാറൊരു വലിയ മനുഷ്യൻ. സാറിനോട് സത്യം പറഞ്ഞില്ലേല് ദൈവം എന്നെ ശിക്ഷിക്കും. എനിക്ക് ഇനിയും കുടിക്കണം, പക്ഷെ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം സാറേ. പാവങ്ങളെ നമ്മൾ ഒരിക്കലും കൈവെടിയാൻ പാടില്ല. അപ്പോഴും ദൈവം നമ്മളെ ശിക്ഷിക്കും. അതുകൊണ്ടാ. മാഷ് ഇന്നലെ പറഞ്ഞതൊക്കെ നേരാ. ഞങ്ങൾ കാരണം മാഷക്ക് ദ്രോഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നറിയാം. എന്തുകൊണ്ട് സത്യം പറഞ്ഞില്ല എന്ന് മാഷ് ചോദിച്ചു. പറയാൻ നിവൃത്തിയില്ലാത്ത കാര്യം ആയതുകൊണ്ടാ പറയാതിരുന്നത്. ഒരു കാര്യം മാഷോട് അപേക്ഷിക്കാനാ ഞാൻ വന്നത്. എന്റെ മോളിതറിയാനിടയാവരുത്. ചെറുപ്പം മുതലേ അവളെ അച്ഛാന്ന് വിളിച്ചയാൾ ശരിക്കും അച്ഛനായിരുന്നില്ല എന്നവൾ അറിയേണ്ടി വരുമ്പോ എന്റെ മോക്കത് താങ്ങാനാവില്ല. അപ്പോ ഈ ഒരു അപേക്ഷ ദയവ് ചെയ്ത് മാഷ തള്ളിക്കളയരുത്. ഞങ്ങളോട് ഒരു കടപ്പാടിന്റെ ആവശ്യം മാഷിനില്ല എന്നറിയാം. എങ്കിലും മാഷയുടെ അമ്മയെപ്പോലൊരു സ്ത്രീയാണ് ഞാനെന്ന് കരുതിയിട്ടെങ്കിലും ഞാൻ വീട്ടിൽ പോയിരുന്നു. കാലത്ത് തന്നെ അവിടുന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. കുടിച്ച് ബോധമില്ലാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അതൊന്നും സാരമില്ല. അതല്ല, ആ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. ഏത്? അല്ല, സ്വത്തും പണവും ഒന്നുമല്ല കാര്യം. എഴുത്തച്ഛന്റെ മകളെന്ന് അറിഞ്ഞാൽ ആ കുട്ടി ആകെ തകർന്നു പോകും. സ്കൂൾ തുടങ്ങിയില്ലേലും എനിക്ക് ജോലി കിട്ടിയില്ലേലും ഒന്നും പ്രശ്നമല്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഇതാരോടും പറയരുത്. ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. ഒരു ശല്യത്തിനും ഞാൻ ഇനി വരില്ല. കോടതിയിൽ ഇത് ദയവ് ചെയ്ത് വെളിപ്പെടുത്തരുത്. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഒരിക്കലും ഇത് വെളിപ്പെടുത്തരുത്. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കണം. പ്ലീസ്. അധ്യയന വർഷം ആരംഭിച്ചിട്ട് ദിവസങ്ങൾ തന്നെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇഞ്ചക്ഷൻ വെക്കേറ്റ് ചെയ്ത് തരേണ്ടതാണ്. സ്കൂളിൽ പുതിയതായി ചേർന്നിട്ടുള്ള കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടാവാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുകയാണ്. ഈ കേസിന്റെ അടിസ്ഥാനം തന്നെ ഇറങ്ങിപ്പോകുന്ന ചില വസ്തുതകൾ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിക്കുകയാണ്. എന്റെ കക്ഷിയുടെ അച്ഛൻ നിയമപ്രകാരം കല്യാണം കഴിച്ച സ്ത്രീയാണ് ഒന്നാം എതിർകക്ഷി എന്ന നിലയ്ക്കാണ് ഈ പാർട്ടീഷൻ കേസ് കോടതിയിലെത്തിയത്. പക്ഷേ ഇങ്ങനെ ഒരു കല്യാണമേ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒന്നാം എതിർകക്ഷി എന്റെ കക്ഷിയുടെ അച്ഛന്റെ ഒരു വെപ്പാത്തി മാത്രമായിരുന്നു. 1976 അമെന്റ്മെന്റ് പ്രകാരം ഇല്ലെജിറ്റിമേറ്റ് ആയ മകൾക്കും അച്ഛന്റെ സ്വത്തിൽ അവകാശമുണ്ടല്ലോ. പക്ഷെ ഈ കേസിലെ സുപ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടാം എതിർകക്ഷിയായ ഭാനുമതി എന്റെ കക്ഷി പ്രഭാകരന്റെ അച്ഛൻ മാധവൻ എഴുത്തച്ഛന്റെ മകളെ അല്ല എന്നുള്ളതാണ്. ശാരദാമ്മയുടെ ജാരസന്ധതയാണ് മാധവൻ എഴുത്തച്ഛന്റെ സ്വത്തിന് ഇപ്പൊ അവകാശം ഉന്നയിക്കുന്നത്. എന്റെ കക്ഷിയുടെ അറിവിലല്ല ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. മാധവൻ എഴുത്തച്ഛൻ ദൂരെ എങ്ങോട്ടുള്ള സ്കൂളിൽ ജോലി ചെയ്യുന്ന കാലത്താണ് ഈ ബന്ധം ഉണ്ടായതത്രേ. എന്തായാലും നിയമപരമായി എഴുത്തച്ഛന്റെ എല്ലാ സ്വത്തുക്കൾക്കുമുള്ള ഒരേ ഒരു അവകാശി എന്റെ കക്ഷി പ്രഭാകരൻ മാത്രമാണെന്നുള്ള വസ്തുത ബഹുമാനപ്പെട്ട കോടതി അറിയിക്കുകയാണ്. എന്ത് പോക്കത്തരാണോ താൻ കാണിച്ചത്? താൻ മുഖാന്തരം മാത്രമേ ഈ വിവരം പുറത്താകാൻ വഴിയുള്ളൂ അല്ലേ? പറയണോ? വക്കീലെ, ഞാൻ അന്യായക്കാരൻ പോലും എഴുത്തച്ഛന്റെ ഭാര്യയും മകളുമാണെന്ന് അംഗീകരിച്ച് അവരെ താൻ തെറ്റിച്ചില്ലേ? അവർക്കിനി സ്കൂളും ഇല്ല, പറമ്പും ഇല്ല, കയറി കിടക്കാൻ വീട് പോലും കിട്ടില്ല. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് വക്കീലെ.
ഒരു ചുക്കെന്താ പറയണ്ട. ഇനി എങ്ങനെ എന്റെ വീട്ടു പഠിക്കാൻ തന്നെ കണ്ടാണ്ടല്ലോ ദ്രോഹി. മോളുടെ മനസ്സ് വിഷമിക്കരുതെന്ന് കരുതിയാ ഒന്നും അമ്മ പറയാതിരുന്നത്. അമ്മ തെറ്റ് ചെയ്തില്ലെന്നല്ല, ചെയ്തു. വീട്ടുകാരെ ധിക്കരിച്ച് ഇഷ്ടപ്പെട്ട ആളിന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അമ്മ ചെയ്തു. അതിനുള്ള ശിക്ഷയും കിട്ടി. നമ്മളുടെ അച്ഛന്റെ തലയും കൈ എന്റെ ബന്ധുക്കൾ വെട്ടിനുറുക്കിയപ്പോ അമ്മയ്ക്കത് കാണേണ്ടി വന്നു മോള്. കൈക്കുഞ്ഞായിരുന്നു നിന്നെ കൊണ്ട് ജീവിതം ഒടുക്കാൻ ശ്രമിച്ചത്. നിനക്ക് വേണ്ടി എങ്ങനെ ഞാൻ ജീവിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ഭാര്യയും മകളും അനാഥരാവരുത് എന്നെ അദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ. സ്വന്തം മോളെ പോലെ ആ മനുഷ്യൻ നിന്നെ സ്നേഹിച്ചു, വളർത്തി. നീ ഇതൊക്കെ അറിഞ്ഞ് സങ്കടപ്പെടുന്നുള്ളത് കൊണ്ട് ഒന്നും പറയരുതെന്ന് അദ്ദേഹമാ പറഞ്ഞത്. ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ല. ആ ഒരു കുറ്റം മാത്രമേ മോളോട് അമ്മ ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ഈ ഷോക്ക് മാറില്ല. കുട്ടിക്ക് കാര്യം അറിയില്ലെന്ന് അമ്മ പറഞ്ഞിരുന്നു. അറിഞ്ഞാൽ താങ്ങാനുള്ള ശക്തിയില്ലെന്ന്. പക്ഷെ അതിനു മുമ്പ് ഞാനത് പറഞ്ഞു പോയിരുന്നു. ഏതായാലും മാഷിന്റെ പ്രശ്നം തീർന്നല്ലോ. അതേപ്പറ്റിയൊന്നും ഞാനിപ്പോ ആലോചിക്കുന്നില്ല. നിങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ എത്തിച്ചിട്ട് എനിക്ക് വിജയിക്കണ്ട. മറ്റുള്ളവർക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം ചെയ്യാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ അത്യാവശ്യങ്ങൾ പോലും മാറ്റിവെച്ചിട്ടാണ് അച്ഛനും അമ്മയും എന്റെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. മൂത്തവനായ ഞാൻ കുടുംബം നോക്കുന്നുള്ള വിശ്വാസത്തില് ഇത്രയും കാലമായിട്ടും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്നും. സത്യം പറയാലോ കുട്ടി, വീട്ടില് പട്ടിണിയാണ്. എന്റേതിനേക്കാൾ അടുത്തതാണ് കുട്ടിയുടെ അവസ്ഥ എന്നെനിക്കറിയാം. ആരും കുറ്റക്കാരല്ല. ചില കാര്യങ്ങള് ചില സമയത്ത് നമ്മൾ അറിയാൻ ഇടവരുന്നു, അത്രേ ഉള്ളൂ. മരിക്കാനും ഇത്തിരി ധൈര്യം വേണമല്ലോ. എനിക്കതില്ല. കേസിന്റെ വിധിക്ക് കാത്തു നിൽക്കുന്നില്ല. അത് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇറക്കി വിടുന്നതിന് മുൻപ് പോകുന്നതല്ലേ നല്ലത്. അമ്മയുടെ ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിലേക്ക്. ആ വാതിലും തുറന്നില്ലെങ്കിൽ ഒന്നും അറിയില്ല. അത് അത്ര പെട്ടെന്ന്? ഞങ്ങളുടെ കാര്യം വിട്ടേക്കോ. മാഷ് രക്ഷപ്പെട്ടു എന്നറിഞ്ഞാ മതി. ഇനി വിളക്ക് വയ്ക്കാൻ ഞാനുണ്ടാവില്ല അച്ഛാ.
വെങ്കടേശൻ എന്ത് തീരുമാനിച്ചു? ഞാൻ കൂടെ വന്നാ നിങ്ങൾക്ക് അതൊരു ഭാരാവുള്ളൂ. ഞാൻ ഇവിടെ എവിടെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കും. പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ റോട്ടിക്ക് തിരുമ്പിപ്പോവും. നമ്മുടെ സ്കൂൾ ഗവൺമെന്റ് ഏറ്റെടുത്തു. എനിക്ക് ജോലി കിട്ടും. നിങ്ങൾ ദുരിതത്തിലാക്കിയിട്ട് എനിക്കൊരു നേട്ടവും വേണ്ട. എല്ലാം അവസാനിച്ചു എന്ന് കരുതാറായിട്ടില്ല. ഈ വലിയ ലോകത്ത് നമുക്കും തലചായ്ക്കാൻ ഒരിടം കിട്ടും. ദയവ് ചെയ്ത് ഇവിടുന്ന് പോകരുത്. എല്ലാത്തിലും വലുത് മനസ്സമാധാനാണെന്ന് എനിക്കിപ്പോ ബോധ്യായി. നിങ്ങൾ ഇവിടുന്ന് പോയാൽ മരിക്കും വരെ എനിക്കതുണ്ടാവില്ല. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നെനിക്കറിയാം. ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി കേസിന് പോയത് എനിക്ക് വേണ്ടിയായിരുന്നല്ലോ. എനിക്ക് വേണ്ടി തന്നെ വീണ്ടും അപേക്ഷിക്കുകയാണ്. ഇവിടുന്ന് പോകരുത്. ഉത്രാളിക്കാവിലെ പട്ടോല പന്തലിൽ കുളിരമ്പിളി വളയങ്ങൾ തോരണമായി